ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കവർ ചെയ്യാൻ പോണ പോർഷൻ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ പോർഷനാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ SHM അങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ചാനലിലെ പ്ലേലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും? ഡാമ്പിംഗ് ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ ഓസിലേറ്റർ ബൈ ഡിസിപ്പേറ്റീവ് ഫോഴ്സസ് ഈസ് കോൾഡ് ഡാമ്പിംഗ്. എന്നുവെച്ചാൽ ആ ആംപ്ലിറ്റ്യൂഡ് കുറയും ആ ഡാമ്പിംഗ് ഫോഴ്സ് കാരണം. അതിനാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഫ്രിക്ഷൻ, വിസ്കോസിറ്റി അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇത് ഓസിലേഷൻ കുറയാൻ വേണ്ടി. സപ്പോസ് നിങ്ങളൊരു സിമ്പിൾ പെൻഡുലം കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബോബ് ഒന്ന് എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് വിട്ടാൽ അത് കുറേ ഓസിലേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റിലോട്ട് വരും. അതായത് കുറേ ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അവിടെ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്തിരുന്നു, F = -Cx എന്ന് പറഞ്ഞിട്ട്. ഇനി ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ വരുമ്പോഴത്തേക്കും ഈ F റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഒപ്പം ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൂടി ആക്ട് ചെയ്യും. ആ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F - Γ/dx/dt എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. ഇനി നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താ? F ma. എന്തെന്നാ? d2x/dt² ആണ്. അപ്പോൾ m × d2x/dt² എന്ന് എഴുതാമല്ലോ. RHS അതായത് നമ്മുടെ ഈ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ റീസ്റ്റോറിങ് ഫോഴ്സും ഡാമ്പിംഗ് ഫോഴ്സിൻ്റെയും സമ്മായിരിക്കും ടോട്ടൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് RHS -Cx + -Γ/dx/dt എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് ഈ -Cx-നെയും -Γ/dx/dt-നെയും LHS കൊണ്ടുവരാം. അപ്പോൾ m × d2x/dt² +Γ/dx/dt Cx = 0 എന്ന് കിട്ടും. നമുക്ക് ഇക്വേഷൻ 1 മാർക്ക് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് ടോട്ടൽ ഈ എല്ലാ ടേംസിനെ നമുക്ക് m വെച്ച് ഡിവൈഡ് ചെയ്യാം, /m. അപ്പോൾ എന്ത് കിട്ടും? m/m × d2x/dt² +Γ/m × dx/dt C/m × x = 0 എന്ന് കിട്ടും. 0/m 0. ഇനി m/m കട്ടാവും. അപ്പോൾ d2x/dt² +Γ/m × dx/dt C/m × x = 0. d2x/dt² Γ/m പകരം നമുക്ക് 2k × dx/dt എന്ന് എഴുതാം. Γ/m 2k എങ്ങനെ ആയെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ഇക്വേഷൻ ഉണ്ട്. Γ/2m = k എന്നാണ് ഇക്വേഷൻ. ഈ k എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് ആണ്. k = ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ്. ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ Γ/2m ആണ് ഈ kയുടെ വാല്യൂ. അപ്പോൾ ഇവിടെ Γ/m ഉള്ളതുകൊണ്ട് നമുക്ക് ഈ 2നെ ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ Γ/m = 2k എന്നാവും. അതാണ് നമ്മളിവിടെ Γ/m പകരം 2k എന്ന് എഴുതിയേക്കുന്നത്. 2k × dx/dt C/m. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എന്താ? ω0 എന്താ? √C/m. അപ്പോൾ ഒമേഗ എന്തായിരിക്കും? C/m. അപ്പോൾ ഈ C/m പകരം നമുക്ക് ω0 √C/m. അപ്പോൾ ω02 C/m. അപ്പോൾ ഈ C/m പകരം നമുക്ക് ω02 എന്ന് എഴുതാം. ω02 x = 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്തിൻ്റെ? ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലോട്ട് പോവാം. ഇതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും എക്സിന് ഒരു വാല്യൂ എടുത്ത് അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ലെറ്റ് x = Ae⁴t എന്ന് ഒന്ന് വെറുതെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് x = Ae⁴t. അപ്പോൾ dx/dt എന്തായിരിക്കും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. α/Ae⁴t. ഇതിൻ്റെ ഡെറിവേറ്റീവ് α × Ae⁴t. d2x/dt². ഇതിൻ്റെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ എന്താവും? α² × Ae⁴t എന്നാവും. നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ ഉണ്ട്, dx/dt വാല്യൂ ഉണ്ട്, d2x/dt² വാല്യൂ ഉണ്ട്.
ഈ 3 വാല്യൂവും കൊണ്ടിട്ട് നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്താവും? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അതിനകരം നമുക്ക് ആൽഫ സ്ക്വയർ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി എന്ന് എഴുതാം, പ്ലസ് 2k, അതങ്ങനെ തന്നെ എഴുതാം, 2k ഡി എക്സ് ബൈ ഡി ടി എന്താ? ആൽഫ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി, ആൽഫ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ്, ഒമേഗ 0 സ്ക്വയർ എക്സിന് പകരം നമുക്ക് എ ഇ റേസ് ടു ആൽഫ ടി, എ ഇ റേസ് ടു ആൽഫ ടി ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിൽ നമ്മുടെ ഈ എ ഇ റേസ് ടു ആൽഫ ടി 3 ടേമിലും കോമൺ അല്ലേ, അപ്പോൾ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ബാക്കി എന്ത് വരും? ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ സ്ക്വയർ 2k ആൽഫ ഒമേഗ 0 സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു കോമൺ എന്തെടുത്താൽ എ ഇ റേസ് ടു ആൽഫ ടി, എ ഇ റേസ് ടു ആൽഫ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എ ഇ റേസ് ടു ആൽഫ ടി എന്ന് നമ്മൾ ആർ എച്ച് എസിലോട്ട് എടുക്കുമ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ പ്ലസ് ഒമേഗ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ, അപ്പോൾ നമുക്ക് മറ്റേ സൊല്യൂഷൻ ഉപയോഗിക്കാം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആൽഫ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു -b, അതായത് -2k പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, അതായത് 2k ഹോൾ സ്ക്വയർ, അതാകുമ്പോൾ 4k സ്ക്വയർ ആയി അല്ലേ, 4k സ്ക്വയർ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4a1 ആണ്, 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്താ? ഒമേഗ 0 സ്ക്വയർ, ഒമേഗ 0 സ്ക്വയർ ബൈ 2a, 2 ഇൻറ്റു 1. ആൽഫ ഇസ് ഈക്വൽ ടു -2k പ്ലസ് ഓർ മൈനസ്, ഈ 4 കോമൺ എടുക്കാമല്ലോ രണ്ടിന്നും, അപ്പോൾ 4 കോമൺ എടുത്താൽ പുറത്തോട്ട് എടുക്കുമ്പോൾ റൂട്ടിൻ്റെ പുറത്തോട്ട് എടുക്കുമ്പോൾ 2 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്നോ ബൈ 2. ആൽഫ ഇസ് ഈക്വൽ ടു, നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം, പ്ലസ് ഒരു ടേം എടുക്കുക, മൈനസ് വേറെ ഒരു ടേം എടുക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു -2k പ്ലസ് 2 റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ബൈ 2 എന്ന് എടുക്കുക. ഇത് ആൽഫ 1 എടുക്കുക. ആൽഫ 2ക്ക് നമുക്ക് -2k മൈനസ്, ഇവിടെ പ്ലസ് എടുത്ത് അവിടുത്തെ ടേം മൈനസ് 2 റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ബൈ 2 എന്ന് എടുക്കുക. ഈ 2 കോമൺ എടുക്കാമല്ലോ രണ്ട് ടേംസ് ചെയ്യുന്നു, അപ്പോൾ ആൽഫ 1 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -k പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ആൽഫ 2 എന്ത് കിട്ടും? ഇവിടെ നിന്നും 2 എടുത്താൽ -k മൈനസ് റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഈ 2 ക്യാൻസൽ ചെയ്യുക, ഇതും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ആൽഫ 1 എന്ത് കിട്ടും? -k പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. ആൽഫ 2 എന്ത് കിട്ടും? -k മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഈ രണ്ട് വാല്യൂസ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇക്വേഷനിൽ അപ്പോൾ നമുക്ക് ആൽഫ 1 ആൽഫ 2 കിട്ടി. ഈ രണ്ടെണ്ണവും നമുക്ക് ഈ എക്സിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതായത് എക്സ് ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി. അപ്പോൾ നമുക്കിവിടെ 2 ആൽഫ ഉള്ളതുകൊണ്ട് ഈ ടേം നമുക്ക് a1 ഇ റേസ് ടു ആൽഫ 1 ടി പ്ലസ് a2 ഇ റേസ് ടു ആൽഫ 2 ടി എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ എക്സ് എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു a1 ഇ റേസ് ടു ആൽഫ 1 ഇൻറ്റു ടി പ്ലസ് a2 ഇ റേസ് ടു ആൽഫ 2 ഇൻറ്റു ടി.
ഇങ്ങനെ ആവുമല്ലോ. നമ്മുടെ എക്സ് നമ്മൾ അസ്യൂം ചെയ്തത് എ ഇ റേസ് ടു ആൽഫ ടി. ഇവിടെ ആൽഫ 1 ആൽഫ 2 ഉള്ളതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് എഴുതി A1 A2 ഒക്കെ വെച്ചിട്ട്. ഇനി നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു A1 ഇ റേസ് ടു ആൽഫ 1 എന്താ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. അപ്പോൾ ഇ റേസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ അല്ലേ? മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് A2 ഇ റേസ് ടു ആൽഫ 2 അല്ല, ഇവിടെ ഒരു ടി ഉണ്ട് കേട്ടോ. A1 ഇ റേസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി, ഈ ടി. പിന്നെ പ്ലസ് A2 ഇ റേസ് ടു ആൽഫ 2 എന്താ മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. ഈ സ്ക്വയർ A2 ഇ റേസ് ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി. ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി. രണ്ട് ടേംസിലും കോമൺ അല്ലേ? അതായത് ഇത് നമ്മൾ എടുക്കുമ്പോൾ ഈ മൈനസ് കെനെ നമ്മൾ മൈനസ് കെനെയും റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിനെയും ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ഇ റേസ് ടു മൈനസ് കെ ടി പ്ലസ് ഇ റേസ് ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി എന്നാവും. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് കെ ടി രണ്ട് ടേംസിലും കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് പുറത്തോട്ട് എടുക്കാമല്ലോ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി പുറത്തോട്ട് എടുത്ത് ഇൻറ്റു, വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റ് പറ്റും, ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി പുറത്തോട്ട് എടുത്താൽ ബാക്കി വന്നത് A1 ഇ റേസ് ടു മൈനസ് കെ ഇൻറ്റു ടി പുറത്തോട്ട് എടുത്ത് ബാക്കി എന്താ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി ഉണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് A2 ഇൻറ്റു ഇ റേസ് ടു റൂട്ട് ഓഫ് മൈനസ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി എന്നോ അല്ലേ? അതെ. ഈ ഇക്വേഷൻ ഇങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതിൽ A1 A2 എന്തുന്നാ? A1 ആൻഡ് A2 ഹിയർ ആർ കോൺസ്റ്റൻസ് ആണ്. കോൺസ്റ്റൻസ് ഇവരുടെ വാല്യൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ ഓഫ് മോഷൻ, അതായത് മോഷൻ തുടങ്ങുമ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് 3 കേസസ് വരും. 3 കേസസ് അറൈസ്, 3 കേസസ് വിൽ അറൈസ്. അതിൽ ഫസ്റ്റ് കേസ് 1 എന്ന് വെച്ചാൽ ഓവർ ഡാംഡ് എന്ന് പറയും. ഓവർ ഡാംഡ് കേസാണ് കേസ് 1. ഓവർ ഡാംഡ് കേസിൽ ശരിക്കും പറഞ്ഞാൽ ഡാമ്പിങ് ഹൈ ആയിരിക്കും. ഓവർ ഡാംഡ് എന്ന് പറഞ്ഞ പേരിൽ തന്നെയുണ്ട് ഡാമ്പിങ് ഹൈ. ഡാമ്പിങ് ഹൈ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ആംപ്ലിറ്റ്യൂഡ് കുറയും അല്ലേ? അതാണ് ഓവർ ഡാംഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇഫ് ദ ഡാമ്പിങ് ഈസ് ഹൈ, കെ ഡാമ്പിങ് കൂടുമ്പോൾ ഡാമ്പിങ് കോൺസ്റ്റന്റ് കൂടും. അപ്പോൾ കെ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഒമേഗ 0 ആയിരിക്കും. അതായത് ഡാമ്പിങ് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അസ്യൂം ചെയ്യണം. അപ്പോൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ, ഈ ടേം റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞൊരു ടേമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊരു റിയൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ ആണ്. ഇത് നമുക്കൊരു ഇക്വേഷൻ 3 എന്ന് വർക്ക് ചെയ്താൽ സുഖം ചെയ്ത്. അപ്പോൾ ഇത് ബീറ്റ ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ 3 എന്താവും? ഇക്വേഷൻ 3 എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 ഇ റേസ് ടു ബീറ്റ ടി എന്നാവും. റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയറിന് പകരം ബീറ്റ കൊടുക്കും. ബീറ്റ ടി പ്ലസ്
A2 e raised to minus beta into t എന്നാവും അല്ലേ, മൈനസ് ബീറ്റ ടി. ഇനി നമുക്ക് ഈ കെനെ അകത്തോട്ട് എടുക്കാമല്ലോ. അപ്പം എന്താവും, എക്സ് ഈസ് ഈക്വൽ ടു A1 e raised to മൈനസ് കെ പ്ലസ് ബീറ്റ, ടി കോമൺ ആണ്. അപ്പോൾ മൈനസ് കെ പ്ലസ് ബീറ്റ ഇൻറ്റു ടി പ്ലസ് A2 e raised to മൈനസ് കെ മൈനസ് ബീറ്റ ഇൻറ്റു ടി എന്നാവും അല്ലേ, മൈനസ് ബീറ്റ ഇൻറ്റു ടി. ഓക്കെ, ഇവിടെ നമ്മുടെ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ബീറ്റേനേക്കാളും കൂടുതലാണല്ലോ. അപ്പോൾ ഈ RHSലെ ടേം, അതായത് A1 e raised to മൈനസ് കെ പ്ലസ് ബീറ്റ ഇൻറ്റു ടി പ്ലസ് A2 e raised to മൈനസ് കെ മൈനസ് ബീറ്റ ഇൻറ്റു ടി എക്സ്പോണൻഷ്യലി അത് കുറയും. ഡയറക്ഷൻ മാറാണ്ട് തന്നെ നമ്മുടെ ടൈമിനനുസരിച്ച് കുറയും ഈ രണ്ട് ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു നോൺ ഓസിലേറ്റിംഗ് മോഷനായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഓവർ ഡാംഡ് സിറ്റുവേഷനിൽ നമ്മൾ ഈ ഓസിലേഷന് ഒരു പേര് വിളിക്കും, ഡെഡ് ബീറ്റ് മോഷൻ എന്ന് പറയും. ഡെഡ് ബീറ്റ് അല്ലെങ്കിൽ അപ്പീരിയോഡിക് എന്ന് പറയും, ഡെഡ് ബീറ്റ് ഓർ അപ്പീരിയോഡിക്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വന്നത് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്ററിലാണ്. ആപ്ലിക്കേഷൻ ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ. ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓവർ ഡാംഡ് കേസ്. ഇനി അടുത്ത കേസ് 2 ആണ്, ക്രിട്ടിക്കലി ഡാംഡ്. ക്രിട്ടിക്കലി ഡാംഡ്. ക്രിട്ടിക്കലി ഡാംഡ് കേസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് നമ്മൾ അസ്യൂം ചെയ്യണം. ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ω0, അതായത് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ ഇഫ് k ഈസ് ഈക്വൽ ടു ω0. റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ω0² എന്തായിരിക്കും? അഫ്കോഴ്സ് ഇത് 0 ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് മൈനസ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആവില്ലേ, 0. അപ്പം നമ്മുടെ ഈ ഇക്വേഷൻ 3 എന്താവും? ഈ കെ സ്ക്വയർ മൈനസ് ω0² പകരം 0 ഒന്നില്ലേ, അപ്പോൾ എന്താവും? e raised to 0 ആയി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു e raised to മൈനസ് കെ ടി ഇൻറ്റു A1 e raised to 0 എന്നാവും. 0 ഇവിടെ വരും, ടി പിന്നെ 0 ഇൻറ്റു ടി ആകുമ്പോൾ 0. അപ്പോൾ A1 e raised to 0 പ്ലസ് A2 e raised to 0 എന്നാവും നമ്മുടെ ഇക്വേഷൻ 3. അതിനർത്ഥം എക്സ് ഈസ് ഈക്വൽ ടു e raised to മൈനസ് കെ ടി ഇൻറ്റു e raised to 0 1 ആണ്. അപ്പോൾ e raised to മൈനസ് കെ ടി ഇൻറ്റു A1 പ്ലസ് A2 എന്നാവും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു ബി e raised to മൈനസ് കെ ടി. ഈ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ A1 പ്ലസ് A2 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ ബി. ഇവിടെ സംഭവം എന്താ, ഒരു കോൺസ്റ്റൻ്റ് ഉള്ളൂ, ഒരു കോൺസ്റ്റൻ്റ് ടേം ഉള്ളൂ ബി. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ടേം വെച്ചിട്ട് നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റൂല. കാരണം എന്താ, ഒരു ടേം ഉള്ളൂ കോൺസ്റ്റൻ്റ് ആയിട്ട്, നോട്ട് പോസിബിൾ. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ω0² ഈസ് ഈക്വൽ ടു 0 കൊടുക്കണതിന് പകരം നമ്മൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ω0² ഈസ് ഈക്വൽ ടു എച്ച് എന്ന് കൊടുക്കും. ഈ എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വെരി സ്മോൾ വാല്യൂ ആണ്, അതായത് നെഗോഷിയബിൾ, 0ക്ക് അടുത്തൊരു വാല്യൂ ആണ് കൊടുക്കും. അതായത് ഒരു വാല്യൂ ഉണ്ട്, പക്ഷേ ആ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു വാല്യൂ കൊടുക്കും. ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ω0² ഈസ് ഈക്വൽ ടു എച്ച് എന്ന് കൊടുക്കും. ഇനി നമ്മുടെ തേർഡ് ഇക്വേഷനിലോട്ട് വാ. തേർഡ് ഇക്വേഷൻ അപ്പോൾ എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു e raised to മൈനസ് കെ ടി ഇൻറ്റു A1 e raised to റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ω0² പകരം e raised to എച്ച് ടി പ്ലസ് A2 e raised to മൈനസ് എച്ച് ടി. എക്സ് അതിനർത്ഥം എന്താ? എക്സ് ഈസ് ഈക്വൽ ടു e raised to മൈനസ് കെ ടി ഇൻറ്റു, ഫ്രണ്ട്സ് ആ ക്യാമറ ഇടയ്ക്ക് വെച്ച് ഒന്ന് ഓഫായി പോയി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു e raised to മൈനസ് കെ ടി വരാം അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു e raised to മൈനസ് കെ ടി ഇൻറ്റു ഇവിടെ എന്താവും? A1 ഇൻറ്റു 1 പ്ലസ് എച്ച് ടി. അതായത് നമ്മളൊരു പഠിച്ചിട്ടുണ്ട്, e raised to x എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് എന്ന് എഴുതുക, e raised to മൈനസ് എക്സ് 1 മൈനസ് എക്സ് എന്ന് എഴുതുക. ആ ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്.
അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ വൺ ഇൻറ്റു ഇ റേസ് ടു എച്ച് ടിക്ക് പകരം 1 പ്ലസ് എച്ച് ടി പ്ലസ് എ ടു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എച്ച് ടിക്ക് പകരം 1 മൈനസ് എച്ച് ടി കൊടുത്ത്. ഇനി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ വൺ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എ ടു വെച്ച് ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ എ വൺ പ്ലസ് എ വൺ എച്ച് ടി പ്ലസ് എ ടു മൈനസ് എ ടു എച്ച് ടി എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ വൺ പ്ലസ് എ ടു ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പ് ചെയ്യണതാണ്, വേറെ തരില്ല. എ വൺ പ്ലസ് എ ടു പ്ലസ് ഇനി എച്ച് ടിയുടെ ടേംസിന് ഒരുമിച്ച് ചെയ്താൽ അതായത് എ വൺ മൈനസ് എ ടു ഇൻറ്റു എച്ച് ടി എന്നാവൂലേ, റീഗ്രൂപ്പ് ചെയ്തെന്നുള്ളൂ. ഇതിനെ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഡി പ്ലസ് ഇ ടി എന്ന് എഴുതാം. ഇതെങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എ വൺ പ്ലസ് എ ടുക്ക് ഡി എന്നുള്ള വാല്യൂ കൊടുത്ത് എ വൺ മൈനസ് എ ടു ഇൻറ്റു എച്ച്, ഇൻറ്റു എച്ചും കൂടി ഉണ്ട്, എ വൺ മൈനസ് എ ടു ഇൻറ്റു എച്ചിന് നമ്മൾ ഇ എന്നുള്ള വാല്യൂ കൊടുത്ത് അപ്പോൾ ഡി പ്ലസ് ഇ ടി എന്ന് കിട്ടിയല്ലോ. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി ഈ ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാവും ഈ ഡി പ്ലസ് ഇ ടി എന്നുള്ള ഈ ഒരു ടേം കാരണം ആദ്യം ഒക്കെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ടൈം പോകും തോറും എക്സ്പോണൻഷ്യൽ ടേം ആണ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഓവർ ഡാംഡിൻ്റെ കേസിനേക്കാളും വേഗം കുറച്ചുകൂടി വേഗം ഇത് ഇക്വിലിബ്രിയത്തിലോട്ട് വരും. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിട്ടേൺസ് കണ്ടിന്യൂസ്ലി ഫ്രം മാക്സ് വാല്യൂ ടു സീറോ റാദർ ഫാസ്റ്റർ ദാൻ ഓവർ ഡാംഡ്, അതായത് ഓവർ ഡാംഡിനേക്കാളും വേഗത്തിൽ ഇക്വിലിബ്രിയത്തിലോട്ട് വരും. ഓക്കെ, ഇനി ഈ മോഷനും അപീരിയോഡിക് നോൺ ഓസിലേറ്റിംഗ് ആണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ അപീരിയോഡിക്കും ആണ് നോൺ ഓസിലേറ്റിംഗ് ആണ് നമ്മൾ ഓവർ ഡാംഡിൽ പറഞ്ഞ പോലെ. ഇനി ഇതിന് ആപ്ലിക്കേഷൻസ് കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ ഗാൽവനോമീറ്റർ. സാധാരണ നമ്മുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ. അതായത് നിങ്ങളൊരു ഗാൽവനോമീറ്റർ നോക്കണമെങ്കിൽ ഒരു വാല്യൂ കൊണ്ടുപോയിട്ട് നിർത്തും ഇത്, അതായത് ഓസിലേറ്റ് ചെയ്യൂല, കറക്റ്റ് ഒരു ആക്യുറേറ്റ് വാല്യൂ കൊണ്ട് നിർത്തും. ഗാൽവനോമീറ്റർ മാത്രമല്ല സ്പീഡോമീറ്റർ, മൾട്ടിമീറ്റർ, പ്രഷർ ഗേജ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എന്ത് ഈ ക്രിട്ടിക്കൽ ഡാമ്പിങ് വെച്ച് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് കേസ് 3 നോക്കാം. കേസ് 1 ഓവർ ഡാംഡ്, കേസ് 2 ക്രിട്ടിക്കലി ഡാംഡ്, കേസ് 3 എന്ന് പറഞ്ഞാൽ അണ്ടർ ഡാംഡ്. അണ്ടർ ഡാംഡ് എന്നുള്ള പേര് തന്നെ ഉണ്ട് എന്താ, ഡാമ്പിങ് ഇതിൽ ഭയങ്കര കുറവായിരിക്കും. ഡാമ്പിങ് ഈസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡാമ്പിങ് കോൺസ്റ്റൻ്റ് അപ്പോൾ കുറവായിരിക്കുമല്ലോ. അപ്പോൾ കെ ലെസ് ദാൻ ആംഗുലർ വെലോസിറ്റി ω0, കെ ലെസ് ദാൻ ω0. ഇനി നമുക്ക് ഈ നമ്മുടെ ഒരു സംഭവം ഉണ്ട് √k² മൈനസ് ω02 എന്നുള്ളത്. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് √ ഈ മൈനസ് പുറത്തോട്ട് ഇട്ടാൽ മൈനസ് ω02 മൈനസ് k² എന്ന് എഴുതാമല്ലോ. ഒന്നുമില്ല, ഇതിൽ നിന്ന് മൈനസ് പുറത്തോട്ട് എടുത്ത് അപ്പോൾ ഇങ്ങനെ ആവൂലേ. ഇത് ഈസ് ഈക്വൽ ടു I ω എന്ന് നമ്മൾ കൊടുക്കണേണ്. ഇത് I ω വരാൻ കാരണം ഇവിടെ I എന്ന് പറഞ്ഞാൽ √−1 ആണ്. ഓക്കെ, I √−1. ഒമേഗ എന്ന് പറഞ്ഞാൽ √ω02 മൈനസ് k². ഓക്കെ, അപ്പോൾ I ω എന്തായി, √−1 ഇൻറ്റു ω02 മൈനസ് k² ആയില്ലേ. അപ്പോൾ ഈ ടേമിനൊക്കെ നമ്മൾ I ω എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 3 എന്താവും? ഇക്വേഷൻ 3 എന്താ, എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 ഇ റേസ് ടു ഈ കേസ് √k² മൈനസ് ω02 പകരം I ω, A1 ഇ റേസ് ടു I ω പ്ലസ് A2 ഇ റേസ് ടു മൈനസ് I ω എന്ന് വരും. അല്ല, I ω t ഉണ്ട്, നമ്മുടെ ഇ റേസ് ടു √k² മൈനസ് ω² ഇൻറ്റു ടി ഉണ്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 ഇ റേസ് ടു I ω t പ്ലസ് A2 ഇ റേസ് ടു മൈനസ് I ω t കിട്ടിയല്ലോ. ഇനി
ദിസ് ഈസ് സെയിം ആസ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 ഇ റേസ് ടു ഐ ഒമേഗ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി എന്ന് എഴുതാമല്ലോ. ഇത് നമ്മുടെ ഇക്വേഷനാണ്, പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഇ റേസ് ടു ഐ ഒമേഗ ടി കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. പ്ലസ് A2 ഇൻറ്റു ഇനി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിക്കോ കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി. A2 ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി. മനസ്സിലായല്ലോ? ഐ ഒമേഗ ടിക്ക് പകരം കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി, മൈനസ് ഐ ഒമേഗ ടിക്ക് പകരം കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി ആവും. എക്സ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഈ A1നെ അകത്തോടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, A2നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താവും? ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 കോസ് ഒമേഗ ടി പ്ലസ് A1 ഐ സൈൻ ഒമേഗ ടി പ്ലസ് A2 കോസ് ഒമേഗ ടി മൈനസ് A2 ഐ സൈൻ ഒമേഗ ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കോമൺ എടുക്കാമല്ലോ. അതായത് ഫസ്റ്റ് രണ്ട് ടേമല്ല, ഈ കോസ് ഒമേഗ ടിയുടെ ടേംസിനെ നമുക്ക് കോമൺ എടുക്കുക, സൈൻ ഒമേഗ ടിയുടെ ടേംസിനെ കോമൺ എടുക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 പ്ലസ് A2 ഇൻറ്റു കോസ് ഒമേഗ ടി. ഓക്കെ, കോസ് ഒമേഗ ടിയുടെ ടേംസിനെ കോമൺ എടുത്ത് പ്ലസ് ഇനി ഐ സൈൻ ഒമേഗ ടിയുടെ ടേംസിനെ കോമൺ എടുത്താൽ ഐ ഇൻറ്റു A1 മൈനസ് A2 ഇൻറ്റു സൈൻ ഒമേഗ ടി. ഐ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 പ്ലസ് A2 കോസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു A1 മൈനസ് A2 സൈൻ ഒമേഗ ടി ആയി. ഇനി എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതായത് റിയൽ ക്വാണ്ടിറ്റിയാണ്. എക്സ് ഈസ് റിയൽ ക്വാണ്ടിറ്റി. എക്സ് റിയൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ A1 പ്ലസ് A2, അതായത് ഇവിടെ ഗ്രൂപ്പ് ചെയ്തേക്കണ A1 പ്ലസ് A2ഉം ആൻഡ് ഐ ഇൻറ്റു A1 മൈനസ് A2ഉം റിയൽ ആയിരിക്കണം. കാരണം എക്സ് റിയൽ ക്വാണ്ടിറ്റി ആണ്, ഷുഡ് ബി റിയൽ. ഇത് റിയൽ ആവണമെങ്കിൽ A1ഉം A2ഉം കോംപ്ലക്സ് ആയിരിക്കണം. ആർ കോംപ്ലക്സ്. A1ഉം A2ഉം കോംപ്ലക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് കോംപ്ലക്സ് ആകാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലെറ്റ് ഈ A1 പ്ലസ് A2ക്ക് പകരം A1 പ്ലസ് A2 ഈസ് ഈക്വൽ ടു A0 സൈൻ ഫൈ എന്ന് കൊടുക്കുക. ജസ്റ്റ് ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണ്. A1 പ്ലസ് A2 പകരം A0 സൈൻ ഫൈ, പിന്നെ ഐ ഇൻറ്റു A1 മൈനസ് A2ക്ക് പകരം A0 കോസ് ഫൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു A1 പ്ലസ് A2ക്ക് പകരം A0 സൈൻ ഫൈ ഇൻറ്റു കോസ് ഒമേഗ ടി. A0 സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് ഐ ഇൻറ്റു A1 മൈനസ് A2 ആണ് A0 കോസ് ഫൈ. അപ്പോൾ ഐ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഇൻറ്റു A1 മൈനസ് A2 പകരം A0 കോസ് ഫൈ സൈൻ ഒമേഗ ടി. ഇനി നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് ടേംസിലും A0 കോമൺ ആണ്. A0നെ നമുക്കപ്പോൾ പുറത്തോട്ട് എടുക്കാം. A0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു കോസ് ഒമേഗ ടി സൈൻ ഫൈ പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഫൈ എന്നായല്ലോ. അതായത് സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് സൈൻ ഒമേഗ ടി കോസ് ഫൈ, അതായത് കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി. അതെന്താ? സൈൻ എ പ്ലസ് ബി അല്ലേ? കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി, അതാണ് സൈൻ എ പ്ലസ് ബി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു A0 ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്.
അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു A0 e റേസ് ടു മൈനസ് KT സൈൻ ഒമേഗ ടി പ്ലസ് 5. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഇക്വേഷൻ. എന്തിൻ്റെ? അണ്ടർ ഡാംഡിൻ്റെ ഇക്വേഷൻ. ഇതിൽ ഈ ടേം A0 e റേസ് ടു മൈനസ് KT ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ഇത് ടൈമിനനുസരിച്ച് ഇത് ഡിക്രീസ് ആവും. അതായത് ടൈം പോകുന്തോറും ഈ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുമല്ലോ. നമ്മൾ അത് ആ ഒരു ഓസിലേഷൻ കുറഞ്ഞ് ഇക്വിലിബ്രിയത്തിലോട്ട് വരും. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ 0² മൈനസ് K² ആണല്ലോ. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ ലെസ് ദാൻ ഒമേഗ 0 ആണ്. ദെയർഫോർ ഒമേഗ ലെസ് ദാൻ ഒമേഗ 0. ഈ ഒമേഗയും ഒമേഗ 0 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒമേഗ 0 എന്ന് പറയുമ്പോൾ ഡാമ്പിങ് ഇല്ലാത്ത സമയത്തുള്ള ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറഞ്ഞാൽ ഡാമ്പിങ് ഉള്ളപ്പോൾ ഉള്ള ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ. അപ്പോൾ ഇവിടെ പീരീഡ് എന്തായിരിക്കും? T ഈസ് ഈക്വൽ ടു 2π/ഒമേഗ. ഇവിടെ ഒമേഗ ലെസ് ദാൻ ഒമേഗ 0 തന്നെ നമുക്ക് 2π/ഒമേഗ 0 എന്ന് എഴുതാം. ഓക്കെ. ഇത് കാരണം ഡാമ്പിങ്ങിൽ രണ്ട് എഫക്റ്റ് വരും. ഈ പറഞ്ഞ സിറ്റുവേഷൻസ് കാരണം ഡാമ്പിങ് പ്രൊഡ്യൂസസ് 2 effects. അതായത് ഫസ്റ്റത്തെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് കുറയും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡാമ്പിങ് കൂടുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസസ്. ഇനി രണ്ടാമത്തെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആംഗുലർ ഫ്രീക്വൻസിയും കുറയും. ആംഗുലർ ഫ്രീക്വൻസി ഡിക്രീസസ് ആൻഡ് പീരിയഡ് ഓഫ് ഓസിലേഷൻ ഇൻക്രീസസ്. ഓക്കെ, ഓസിലേഷൻ ഇൻക്രീസസ്. ഇവിടെ ഡാമ്പിങ് രണ്ട് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഫസ്റ്റത്തെ എഫക്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസ് ചെയ്യും. നമ്മുടെ അത് അറിയാവുന്ന കാര്യമാണ്. ഡാമ്പിങ് കോൺസ്റ്റൻറ്റ് കൂടുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കുറയും. രണ്ടാമത്തേത് ആംഗുലർ ഫ്രീക്വൻസിയും കുറയും, പീരിയഡ് ഓഫ് ഓസിലേഷൻ കൂടും. ഇതാണ് ഡാമ്പിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് എഫക്ട്സ്. താങ്ക് യു ഓൾ.